വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര. ഏകദേശം 10 വർഷത്തോളം പിന്നിടുന്ന നമ്മുടെ യാത്ര, 1000-ലേറെ എപ്പിസോഡുകൾ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ വ്യത്യസ്തരെ ഒരുപാട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അതുമാത്രമല്ല വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ആ പാഠത്തിനിടയിൽ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ നല്ല ഉള്ളൂരിനും ശ്രീകാര്യത്തിനിടയ്ക്ക് പൊങ്ങുമൂട് നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ അർച്ചന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ. നമസ്കാരം. ഇതെവിടെ തിരക്കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്ത് തന്നെ ഉണ്ട്, പോയിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബോക്സിങ്ങിന് ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചല്ല ചെറുതുമല്ലോ ആയിരിക്കും. ഇത് ചെറുതൊന്നല്ല, ഇതൊരു 1.5 സാധനം. നോക്കിയേ, എനിക്ക് തോന്നുന്നു ഒരു 5 അടിയിൽ നിങ്ങളുള്ള നല്ലൊരു സാധനം. പുള്ളിക്കാരൻ പറഞ്ഞ് ഇതിൻ്റെ വന്ന് കയറി വലിയ തെറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ തെറ്റില്ലെന്ന് പറയുമ്പോൾ വല്ല ചെറുതായിരിക്കും എന്ന് വിചാരിച്ചു. ഇത് ചെറുതൊന്നും അല്ല അപ്പനെ, ഇത് നല്ലൊരു സാധനമാണ്. നോക്കിയേ, ഇതാണ് പുള്ളിക്കാരൻ ചെറുതെന്ന് പറഞ്ഞു. ആ സാധനം അങ്ങനെ ചേർന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചല്ല കുഞ്ഞ് അതിഥിയല്ലോ ആയിരിക്കും. നോക്കിയാ നോക്കിയതാ, നോക്കിയേ, ഇതാണ് പുള്ളി ചെറുതെന്ന് പറഞ്ഞ ആൾ. നോക്കിയേ, നല്ല സൈസുള്ളതാണ്, ഒത്ത സാധനം. എനിക്കൊന്ന് അന്ന് ഒരു വർഷം മുന്നേ താഴെ നിന്ന് പിടിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. തീയൊക്കെ അവർ തപ്പിട്ട് തീയിട്ടപ്പോൾ തീയിനകത്ത് നിന്ന് പൊള്ളി ചാകറായിരുന്നു. അത് പിന്നെ മരിച്ചുപോയി, 5 ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു. പക്ഷേ ഇത് അങ്ങനെ ഒരു 1.5 സാധനം, ഒരു രക്ഷയില്ല. നോക്കിയേ, നല്ല സൈസുള്ള തീ. നോക്കിയതാ, നല്ല സൈസുണ്ട്, ചെറുതൊന്നുമല്ല. നോക്കിയേ, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ഇതിൽ എല്ലായിടത്തും പറയും ഈ ചെടിയൊക്കെ വയ്ക്കുമ്പോൾ അകത്തി. പക്ഷേ ചെടിയൊക്കെ വെക്കുന്നത് ചില സാഹചര്യത്തിൽ നമുക്ക് ഉപകാരമാണ്. എന്തെന്നറിയാമോ, ഇങ്ങനെയൊക്കെ വന്നിരുന്നാൽ പോകത്തില്ല, അങ്ങ് ഇരിക്കും. പക്ഷേ അതേസമയം നമ്മൾ ഇതൊന്നും വെക്കാതിരിക്കുമ്പോൾ ഇത് എഴഞ്ഞു വന്ന് ഏതെങ്കിലും ഹോളിനകത്ത് ഇറങ്ങിയാൽ പിന്നെ വെളുത്താലും പണി കഴിയത്തില്ല. കാരണം ഹോള് പൊളിക്കുക, വെട്ടിയിടിക്കുക, അതൊക്കെ ഭയങ്കര നഷ്ടമായി മാറും. അപ്പോൾ നമുക്ക് കാണാം, നല്ല സൈസ് നോക്കി, നല്ല സൈസല്ലേ, അടിപൊളി, സൂപ്പർ. നോക്കി, ഏകദേശം ഒരു 6 വയസ്സിന് മേളിൽ പ്രായം വരുന്ന നല്ല ആരോഗ്യമുള്ള, നോക്കിയാലേ, നല്ല ആരോഗ്യമുള്ള, നല്ല നമുക്ക് കിട്ടുന്ന എല്ലാം നല്ല ആരോഗ്യമുള്ള അതികൾ. ഇപ്പോൾ കിട്ടുന്ന അത്രയും നല്ല ആരോഗ്യമുള്ള, ഇപ്പോൾ കിട്ടുന്ന അത്രയും നമുക്ക് കിട്ടുന്ന അത്രയും നല്ല പ്രായമുള്ള സൈസുള്ള അതിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എണ്ണച്ചേരലിൻ്റെ അവസാന ഘട്ടമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു പറമ്പിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു അതിഥി അവിടെ അടുത്ത് കണ്ടുകഴിഞ്ഞാൽ അടുത്ത അതിഥി തൊട്ടടുത്ത പറമ്പിൽ കാണുന്നു, അതിൻ്റെ അടുത്ത് ഇങ്ങനെ അടുപ്പിച്ചടിച്ചു. എല്ലാവരും ഇപ്പോൾ ഇന്നലെ മെനിങ്ങാന്നൊക്കെ വിളിച്ച കോളിൻ്റെ 3 കണ്ടു, 4 കണ്ടു, എല്ലാം മതിൽക്കെട്ടിന് പാറക്കെട്ടിനോട് ചേർന്നാണ്, പാറക്കെട്ടിൻ്റെ അടിയിലാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കും, കാരണം പാറയൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം. നമുക്കിനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇവർ കണ്ടത് നന്നായി. അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ജോലിക്ക് ഇങ്ങനെ ചേച്ചി പുറത്തേക്ക് എന്താ സാധനം എടുക്കാൻ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ കറങ്ങി വന്ന് ഇതിൻ്റെ ഇടയിൽ കയറി. എന്താ ബയോഗ്യാസിൻ്റെ അവിടെ നിന്നല്ലേ? ബയോഗ്യാസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ വന്നതിനകത്ത്. അപ്പോൾ അവിടേക്ക് ഒന്നും ഇരിക്കത്തില്ല, കാരണം അവിടെ നിന്ന് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. ബയോഗ്യാസിൻ്റെ അവിടെ പുറകിലൊക്കെ എന്താ പറയുക, ചപ്പ് ചോർന്ന് വാരി ഇട്ടില്ല, അപ്പോൾ നീറ്റായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കത്തില്ല. അപ്പോൾ വന്ന് ഇതിനൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഇരുന്നാൽ ഇവർ കണ്ടില്ലെങ്കിൽ ഇതുവഴി വെളിയിലേക്ക് പോയേനെ. കാരണം പറമ്പൊക്കെ നല്ല നീറ്റാക്കി നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. സാധാരണ ഇതിലേക്ക് നമുക്കറിയാമല്ലോ, നമ്മളെ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് പറമ്പിൽ കിടന്ന ചപ്പുകൾ മൊത്തം മാറി മുട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തുകൊണ്ട് കൂട്ടിയിട്ടേ. പക്ഷേ ഇതങ്ങനല്ല, ഇത് നല്ല കണ്ണാടി പോലെ കിടപ്പുണ്ട്, നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്, നല്ല പറമ്പ്. അപ്പോൾ എഴഞ്ഞ് വന്നാൽ നമുക്ക് കാണാം. ഇതിൻ്റെ എഴഞ്ഞ് വന്ന പാട് കിടക്കുന്നുണ്ടോ? ഇതാണ്ടോ, എഴഞ്ഞ് വന്ന പാടാണ് ഈ കിടക്കുന്നുണ്ടോ? ഈ വന്നാണ് എഴഞ്ഞ് കിടക്കുന്ന പാട്. നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ, ഈ മണ്ണിലൊക്കെ എഴഞ്ഞ പാടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരികളും, അതായത് തൊഴിലുറപ്പിൻ്റെ പണി ചെയ്യുന്ന അമ്മമാരോടും സഹോദരികളും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത് വനം വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ സേഫായിട്ട് ചെയ്യുക. നിർബന്ധമായിട്ട് ഗംബൂട്ട് ഉപയോഗിക്കുക, നിർബന്ധമായിട്ട് ചപ്പ് കൈകൊണ്ട് മാറ്റുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക, വല്ല കട്ടിയുള്ള ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുപ്പല്ലി ഉപയോഗിച്ച് മാത്രം വലിച്ചുകൊണ്ട് ആ ചവറ് വലിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ. ഒരിക്കലും മണ്ടത്തരം കാണിക്കണം. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചാക്കിലാക്കണം. ചേട്ടാ ചാക്കിങ് തരാമോ? അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഇനി ഒരുപാട് കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്. ഏതായാലും നമ്മുടെ ഇവിടുത്തെ അർച്ചന നാളിൽ നമ്മളെ ദൗത്യം അവസാനിച്ചു. മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എനിക്കൊരുപാട് അതിഥികളെ സമ്മാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കളറിൽ അതിഥിയെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഏരിയയ്ക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സ്ഥലം നമുക്കറിയാം, തിരുവനന്തപുരത്ത് വേളിയിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് മാധവപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു അതിഥി പെട്ടെന്ന് തെങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് വിറവടുക്കി വെച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ മേളിലേക്ക് കയറിയെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപാട് പേരുടെ കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. നല്ല ചൂട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കറിയാം, അണലി അതിഥികളുടെ ഇണചേരൽ കഴിഞ്ഞു. അവരെല്ലാം ഇനി റെസ്റ്റിങ്ങിന് പോകുന്നൊരു സമയമാണ്. കുഞ്ഞുങ്ങൾ വയറ്റിൽ തയ്യാറാവാനായിട്ടുള്ള റെസ്റ്റിങ്ങിന് പോകുന്നൊരു സമയമാണ്. മൂർഖൻ അതിഥികളുടെ ഇണചേരൽ കഴിഞ്ഞ് ഇനി മുട്ടയിടാനായിട്ട് മാളങ്ങൾ കയറി ഫസ്റ്റ് ടൈം ആ നവംബർ ആദ്യം ഒരു 15-ാം തീയതി 16-ാം തീയതിയൊക്കെ ഇണചേർന്ന് തുടങ്ങി അതികൾ ഇനി മാളത്തിലേക്ക് മുട്ടയിടാനായിട്ട് വീടിൻ്റെ പരിസരങ്ങളിലേക്കും തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നൊരു കാലഘട്ടം കൂടിയാണ്. പ്രേക്ഷകരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ചെറിയ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ച് വെക്കരുത്. അതിലുപരി നിങ്ങൾ അടുക്കളയിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത് വെള്ളം വീഴാനുള്ള സാഹചര്യം ഒരുക്കരുത്. ആ വെള്ളം പാത്രങ്ങളിൽ പിടിച്ച് അടുത്ത പറമ്പിലേക്ക് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിക്കണം. ബാത്റൂമിൽ നിന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിൻ്റെ പരിസരത്ത് അടുക്കളയുടെയോ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ചെറിയ എലിയുടെ മാളങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പം തന്നെ അത് സിമൻറ്റ് വെച്ച് നല്ല പാറക്കല്ല് അടിച്ച് കയറ്റി നല്ല സിമൻറ്റ് വെച്ച് അത് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തണുപ്പ് തേടി മുട്ട തയ്യാറായി വരുമ്പോൾ തണുപ്പ് തേടി നമ്മുടെ അടുത്ത പറമ്പിലുള്ള അതിഥികൾ മുട്ടയിടാനായിട്ട് റെഡിയായി വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാനും നമ്മുടെ വീടിൻ്റെ ഈ തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്ന് സ്റ്റേ ആവാനും അതിനകത്തുള്ള എലിമാളങ്ങളിൽ വന്ന് മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വിരിയിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. അതിനൊന്നും നിങ്ങൾ അവസരം ഒരുക്കരുത്. കാരണം ഒരുപാട് പേർക്ക് കടി കിട്ടുന്നുണ്ട്, മരണത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ മാധവപുരത്ത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കണ്ട അതിഥിയെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് വീട്ടിലുള്ളവരൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് വീടിൻ്റെ പിന്നിലേക്ക് പോകാം. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ പുറകിലാണ്. ഓ, ആ സമയം തൊട്ട് ആളുണ്ട്, പോയിട്ടില്ല, എങ്ങോട്ടും പോയി. ഇത് മോനോ? നമസ്കാരം മോനെ. ആ സമയം തൊട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ശരി. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഈ വിറവിലോ? അപ്പുറത്തും ആളുണ്ടോ? ആ സമയം തൊട്ട് അവിടെ നിൽക്കാൻ മതിലിൻ്റെ അപ്പുറത്ത് അവർ പ്ലാൻ ചെയ്ത ആളിനെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കാനും അപ്പുറത്തും ആളിന് അപ്പുറത്തെ വീട്ടിലും ചേട്ടനെ നോക്കി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ? ഇവിടുന്ന് മേളിലോട്ട് കയറി. അതിന് പോയിട്ട് അപ്പുറത്ത് ചാടിയോ? അറിയില്ല. ഇത് ചാടി ആ സമയം തൊട്ടുണ്ട്. അപ്പോൾ എങ്ങും പോയിട്ടില്ല. ഓ, അവിടെ കസരിട്ടിരിക്കുകയാണ്. എന്ത് പയ്യേ നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചായ കുടിച്ച് വിശാലമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ കേട്ടോ. അവിടെ ചേട്ടൻ ചായ കുടിച്ച് പാമ്പ് പോകണം പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇവിടെയാണ് അതിനെ കണ്ടു എന്നാണ്. അപ്പോൾ ചേട്ടാ അപ്പുറത്ത് ഇറങ്ങിയ സാധ്യമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ഇതിൻ്റെ അടിയിൽ കൂടെ മാളമൊന്നുമില്ലല്ലോ നമുക്ക്, ഈ സൈഡിൽ കൂടെ മാളമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു എഴഞ്ഞ് കയറിയുന്നത്. പക്ഷേ എഴഞ്ഞൊരു പാടുതാ, ഇവിടുന്ന് എഴഞ്ഞ പാട്, ഇങ്ങനെ കയറിയ പാടുന്നതാണ്. ഇഴഞ്ഞ പാടുണ്ട്. ഇന്ന് അടിയിലോട്ട് പോയിട്ടാണ് കയറിയെന്നല്ല, ഇവിടെ വരെ എഴഞ്ഞ പാടുണ്ട്, അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ എൻ്റെ മണ്ടേക്ക് ഒരു വാല് പോണതേ അദ്ദേഹം കണ്ടുള്ളൂ. മേളിൽ ഷീറ്റാണ്. അപ്പോൾ എല്ലാം പൊളിച്ച് കളയേണ്ടി വരും. ഇത് എടുത്ത് കളഞ്ഞാലേ നമുക്ക് മേളിലോട്ട് പോയാലും കാണാൻ പറ്റില്ല. ചേട്ടാ നോക്കിക്കണേ, നിങ്ങൾ അങ്ങോട്ട് ഇടണേ, കാലിക്കൊള്ളല്ലേ. അപ്പുറ സൈഡ് നോക്കിക്കോളണേ, അപ്പുറ സൈഡിൽ അല്ലേ കൂടെ ഇറങ്ങി പോകണമെന്ന്. ചേട്ടാ ഇത് ഫുൾ എടുക്കുകയാണേ. കെട്ടിയിരിക്കുകയാണോ? അല്ല, ഇങ്ങനെയല്ലേ ഇട്ടിട്ടുള്ളൂ, ഒരുമിച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ ശരി വേണ്ട. അപ്പം കത്തിങ്ങ കേട്ടാ.
ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇതിൻ്റെ മണ്ടയിൽ കയറിയെന്നവർ പറയുന്നു. പക്ഷേ ഇത് നമ്മൾ നല്ല വെയിലും അടിക്കുന്നുണ്ട്. സാധനം അധികം അടുക്കി വെച്ചിട്ടില്ല. എന്നാലും നമ്മൾ മാറ്റിയിട്ട് കാണുന്നില്ല. പിന്നെ അറിയാമല്ലോ, നമുക്ക് അവസാനത്തെ പീസ് എടുക്കുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ലെന്ന് പറയുന്നു. ആണി ഇഷ്ടം പോലെ ഉണ്ട്. കയ്യിലും കൊള്ളാൻ നോക്കിയോ. എൻ്റെ മണ്ടേ കയറി എന്നുള്ളതിന് ഉറപ്പാണ്. ഇതാ കാഷ്ടം നടക്കും. മോശം കണ്ടതാണ്. ഇതാണ് മോശം. പക്ഷേ ഈ മോശൻ്റെ സ്മെല്ല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പാമ്പല്ല. വേണ്ട, സാധാരണ മൂർഖൻ പാമ്പിൻ്റെ സെയിം മോഷനാണ്. പക്ഷേ മൂർഖൻ പാമ്പിൻ്റെ സെയിം മോഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓട്ടായിരുന്നു. മക്കളവിടെ നോക്കിക്കോളണേ. മാളത്തിനകത്തെങ്കിലും പോയി കയറിയ പണിയാണ്. കാണുന്നുണ്ടോ? എന്തോ അല്ല അനക്കുണ്ടോ? ആ ഭാഗത്താ? അവിടെയാണോ? നിങ്ങളുടെ ഭാഗത്തോ? നിങ്ങൾ അങ്ങാണോ? അവിടെയാണോ? ആ സൈഡാ? ഓന്താ? അവിടെ എന്താ അനങ്ങുന്നുണ്ടെന്ന് നോക്കിയിരിക്കാം. ഇതിൻ്റെ ഇടയിൽ കണ്ടായിരുന്നോ? അനക്കം കണ്ടോ? ആ നോക്കാം, കാണുന്നില്ല. അനക്കമുണ്ടെന്ന് അവർ പറയുന്നു. നോക്കട്ടെ. പുള്ളി ഉറപ്പായിട്ട് പറയുന്നത് മൂർഖനാണെന്ന്. ആണി കൊള്ളാം, നോക്കിക്കൊള്ളേ. കാലിൽ മൊത്തം ആണിയാണ്, എല്ലാത്തിലും ആണിയാണ്. അടിപൊളി. പുള്ളി കണ്ടത് കറക്റ്റായി. പക്ഷേ ഇതാ അതിനകത്ത് നമുക്ക് കാണാം. പുള്ളി കണ്ട കറക്റ്റ് വലിയ മൂർഖൻ അല്ല, ചേര. ഇതാ നോക്കി. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട്? പിന്നെ വലിയ മൂർഖൻ 2 വട്ടം എടുത്ത് നിന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് കണ്ടപ്പോഴേ എന്താ സൂപ്പർ. ഇതാ നോക്കിയതോ സൂപ്പർ ചേര. പുള്ളി പറഞ്ഞു, അയ്യോ ഭയങ്കര മൂർഖനാണ്. ഇതാണ്ടോ ഇതാണ്ടോ ഒരു കുഞ്ഞു ചേര. എനിക്ക് ആദ്യം പുള്ളി കളർ പറഞ്ഞപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഇതാ സത്യം പറഞ്ഞാൽ നമ്മൾ എന്നും നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ മലയാളികൾക്ക് എന്നും ഒരു പേരുദോഷം ഉണ്ടാക്കുന്നൊരു അതിഥിയാണ് ഇദ്ദേഹം. അത് വേറൊന്നല്ല, നമ്മുടെ അമ്മോർ എത്രയൊക്കെ സാധുവാണ് ചേരയെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറയുന്നത് കാലി ചുറ്റും, അത് കാതിലൂന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ കുറേ തെറ്റായ കഥകൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ പാമ്പുകൾ ഇണചേരുന്നത്, ഈ ചേരകൾ ഇണചേരുന്ന സമയത്ത് 2 ആണുങ്ങളാണ് ഇണചേരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ ഇങ്ങനെ ചുറ്റിപ്പനയുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇത്രയും കഥകളുണ്ടാകുന്നത്. കഥകളെന്ന് വെച്ചാൽ എല്ലാവരും വായിച്ചിട്ടുള്ള കഥകളാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു കഥ പറയുന്ന ഒരു സാധുവാണ് ചേര.
റാറ്റ് സ്നേക്ക് ചേരയാണ്. ഇത് പക്ഷേ വെനമസ് അല്ലാതെ കടിക്കും, നന്നായിട്ട് കടിക്കും. ഇത് ചുറ്റിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേഹത്തോട് എഴഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞ കെട്ട് കഥകൾ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ കോൾ വിളിക്കുമ്പോൾ മറ്റൊരു കോളിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പുറകിൽ നിന്നൊരു മൂർഖനത് എടുത്തു, അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് നമ്മൾ 2 കോൾ വേറെ പോയി. ഡ്രസ്സ് മുഴുവനും കിളച്ച് മറിച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഡ്രസ്സൊക്കെ മാറേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അടുത്ത അതിഥി എടുത്തു. അപ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ മാധവപുരത്തിനടുത്ത് ചേര അതിഥി എടുത്തു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ മറ്റേ മൂർഖൻ അതിഥി നമ്മൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അതിഥിയാണ് ഇന്നത്തെ ഈ യാത്രാവിശേഷത്തിൽ രണ്ടാമത്തെ അതിഥി. അറിയാലോ ചെയ്യാൻ നമുക്ക് ഈ മഞ്ഞയും കറുപ്പച്ച് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ മോഷൻ കൂടെ കണ്ടപ്പോൾ എനിക്ക് സംശയമില്ലാതെ, കാരണം ആ മോഷൻ്റെ സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് ചേരയുടെ മോഷൻ്റെ സ്മെല്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോബ്രയുടെ സ്മെല്ല് അതല്ല, വേറൊരു സ്മെല്ലാണ്. അണലിയുടേത് വേറൊരു സ്മെല്ലാണ്, ചുവർ പാമ്പിൻ്റെ വേറൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ഥിരം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന പാമ്പ് സംരക്ഷകർക്ക് വേണ്ടി ഒരു സംഭവം നമ്മൾ താമസിയാതെ ചെയ്യുന്നുണ്ട്. കാരണം പാമ്പിനെ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്ക് മാരകമായ ഡിസീസുകൾ, സ്കിൻ ഡിസീസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠന റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്കിനി മറ്റൊരവസരത്തിൽ അത് പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ചാക്കിലാക്കുന്നു. ആ ചേട്ടൻ പറഞ്ഞതും പേടിച്ചിട്ടാണ് അത് ചാക്കിനകത്ത് കയറിയത്. ഇങ്ങനെയുള്ള ചേട്ടന്മാരുണ്ടെങ്കിൽ നമുക്ക് മൂർഖനെ രാജകൊമ്പല കയറ്റാൻ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ വീട്ടിന് പുറകിൽ നിന്ന് എടുത്ത മൂർഖൻ അതിഥിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വിറവിനടുത്ത് മറ്റൊരു ചേട്ടനെ ഓടിച്ചുകൊണ്ട് കയറ്റിയ മൂർഖൻ പെട്ടെന്ന് ചേരയായ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.